നമസ്കാരം, വെൽക്കം ടു നാച്ചുറൽ കിച്ചൺ. ഞാൻ ഷൈൻദീപ്. ചെയ്യാൻ പോകുന്നൊരു വെറൈറ്റി ഡിഷാണ് കോഴി പൊളിച്ചത്. എപ്പോഴും എല്ലാവരും ചെയ്യുക ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയുമല്ല. നല്ല ടേസ്റ്റിയായി ഒരു വെറൈറ്റിയായി കോഴി പൊളിക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് നേരെ കിച്ചണിലേക്ക് കിടക്കാം. ചിക്കൻ കഴുകി വെക്കാം. അത്യാവശ്യം വലിയ പീസായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതായത് ഈ ഒരു വലിയ ഇത് കഴുകുമ്പോൾ ഇതുപോലെ തൂവലൊക്കെ കിട്ടും നമുക്ക് കോഴിയുടെ. അതൊക്കെ എടുത്ത് മാറ്റിക്കളെ. കഴുകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇതേപോലെ ചെറുതായിട്ട്. അപ്പോൾ ചിക്കൻ 3-4 വെള്ളത്തിൽ കഴുകിയിട്ടുണ്ട്. 4 വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട്. ഇനിയിപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ കഴുകി മാറ്റി വെക്കാം. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ആവശ്യമായ സാധനങ്ങളെടുത്ത് ചിക്കൻ ആദ്യം മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ മസാലയൊക്കെ അതിലേക്ക് നല്ലോണം പിടിക്കട്ടെ. അപ്പോൾ അതിലേക്ക് ആദ്യം ഒരു മുട്ട വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മഞ്ഞൾപ്പൊടി. പിന്നെ ഈ സാധാ മുളക് പൊടിയാ, ഇതൊരു 2-3 സ്പൂൺ. ഇത് കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ കോൺഫ്ലവർ വേണം, ഈ മസാലയൊക്കെ നന്നായി പിടിക്കാൻ. അധികം ഒന്നും വേണ്ട, ഒരു 2 സ്പൂൺ കോൺഫ്ലവർ. പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് കൂടി വേണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ശരിക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ, ഇതിലേക്ക് അല്പം കൂടി കോൺഫ്ലവർ ഇടാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഒരു
1 മണിക്കൂർ അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നല്ല മസാല ചിക്കനിലേക്ക് നല്ലോണം പിടിക്കും. അപ്പം നമ്മൾ നേരത്തെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ മാരിനേറ്റ് ആയിട്ടുണ്ട്. നല്ല മസാലപ്പൊടിയൊക്കെ പിടിച്ച് വന്നിട്ട് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ പൊരിച്ചെടുക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച് പൊരിക്കുന്ന അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ പൊരിച്ചെടുക്കണം ഇത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ആവശ്യത്തിന്. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു മസാല വേണം. പൊള്ളിക്കാൻ ആവശ്യമായിട്ടൊരു മസാല ഉണ്ടാക്കണം. നമുക്കിനി അത് തയ്യാറാക്കാം. ഇനി ഒരു ഉരുളി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ മാത്രമേ ഒഴിക്കാവൂ. നമുക്ക് ഓയിൽ ആവശ്യമില്ല. വെളിച്ചെണ്ണയിലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വലിയ ഉള്ളി ഇടുക. വലിയ ഉള്ളി പെട്ടെന്ന് വാടി വരണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇടുക. ആവശ്യത്തിന് ഉപ്പ് അതിൽ ചേർക്കുക. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഇടുക. പിന്നെ അതേപോലെ കട്ട് ചെയ്ത് ഇഞ്ചിയും കൂടി ചേർക്കുക.
വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മളെ ഉള്ളിയെല്ലാം കൂടി നല്ലോണം വാട്ടിയെടുക്കുക. ഉള്ളിയെല്ലാം ചെറുതായി വാടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കുക. ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഉള്ളിയെല്ലാം ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ചേർക്കുക. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടി ചേർക്കാം. ആദ്യം ഒരു 2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഇനി അതിലേക്ക് ഒരു 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഒരു 2 സ്പൂണ് കുരുമുളക് പൊടി, ഗരം മസാല ഒരു 2 സ്പൂണ്, ചിക്കൻ മസാല 2 സ്പൂണ്, എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുക. അതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒരു 3 കപ്പ്. തേങ്ങാപ്പാലും മസാലയെല്ലാം കൂടി വറ്റി വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് അതിലിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇപ്പോൾ ചിക്കനിലേക്ക് മസാലയിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പിടുക. മസാല റെഡി ആയിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് ഇതിൽ നിന്ന്. ഇനി ഇത് നമുക്ക് പൊള്ളിച്ചെടുക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇതൊക്കെ മസാലയൊക്കെ ഇനി ഒരു രക്ഷയുമില്ല. നമുക്ക് ഇവിടുന്ന് ഇനി നടക്കില്ല നമ്മുടെ കാര്യങ്ങൾ. നല്ലൊരു മഴ വരുന്നുണ്ട്. ഇതാ മഴക്കാർ ഇടിയൊക്കെ വരുന്നുണ്ട്. മഴ പെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് നല്ല ഉള്ളിലേക്ക് പോയി നമ്മളെ കിച്ചണിൽ വെച്ചിട്ട് ബാക്കിയുള്ള കുക്കിങ് നമുക്ക് അവിടെ നടത്താം. നല്ലൊരു മഴ കിട്ടിയപ്പോൾ ഇനി നമുക്ക് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വാഴയില വാട്ടിയെടുത്തിട്ട് അതിലേക്ക് ഒരു 5-6 പീസിട്ട് അതിൻ്റെ മസാല ഇട്ടിട്ട് അതേ വാഴനാര കൊണ്ട് നമുക്ക് 2 സൈഡും വെച്ചിട്ട് ഇതേപോലെ കെട്ടി വെക്കാം. നമ്മൾ വാഴനാര കൊണ്ട്
കെട്ടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് ടൈറ്റായിട്ടൊന്നും കെട്ടണ്ട. ഇതേപോലെ ഒരു മീഡിയം ലെവൽ അങ്ങ് കെട്ടിക്കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മൂടി അടിച്ചിട്ട് ഒരു 10 മിനിറ്റ് രണ്ട് സൈഡും പൊള്ളിച്ചെടുക്കുക. നമ്മൾ ഈ എണ്ണയൊക്കെ വളരെ കുറച്ച് മതി, ഒരുപാടൊന്നും എണ്ണ വേണ്ട. ഇപ്പം വാഴയിൽ വെച്ചിട്ട് കോഴി നല്ലോണം പൊള്ളിച്ച് വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി മെല്ലെ പതുക്കെ ഇതെടുത്തിട്ട് മാറ്റി വെക്കാം. ഈ ഉരുളീനെടുത്ത് പുറത്തെടുത്ത് വെക്കാം. ഇതേപോലെ 2 സ്പൂണ് വെച്ചിട്ട് രണ്ടും എടുത്ത് മെല്ലനെ മാറ്റി വെക്കാം, പൊട്ടിപ്പോവാണ്ട്. വാഴയിൽ പൊള്ളിച്ച കോഴി എന്തായാലും നോക്കാം, മെല്ലന തുറന്നു നോക്കാം നമുക്ക്. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മളെ വാഴയിൽ പൊള്ളിച്ച കോഴി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. ഇന്നത്തെ ഇലയിൽ പൊള്ളിച്ച കോഴി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.